ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റോറി പറഞ്ഞുതരാം കേട്ടോ. ഈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ പുതിയതൊന്നും അല്ല കേട്ടോ. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സംഭവിച്ച ഒരു സംഭവ കഥയാണ് കേട്ടോ. നിങ്ങളൊക്കെ ശരിക്കും കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അന്ന് എനിക്ക് ചിരിയൊന്നും ആയിരുന്നില്ലേ വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആ സംഭവം ഉണ്ടായപ്പോൾ. ഇന്ന് ഞാനത് ആലോചിച്ച് ചിരിച്ച് കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായ വിവരം. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. ഞാൻ പഠിച്ചത് ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു, ആലത്തൂർ. അപ്പോൾ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു കാണാൻ കേട്ടോ, സൈസിലും ഉയരത്തിലും ഒക്കെ. അതുകൊണ്ട് തന്നെ ഉമ്മറത്തെ ബെഞ്ചിൽ തന്നെ നിർബന്ധമായിരുന്നു ഇരിക്കണമെന്ന്. അങ്ങനെ ഞങ്ങളുടെ ഒരു ജോമെട്രി ക്ലാസ് ഉച്ചയ്ക്ക് ലഞ്ചിന് മുമ്പ് ഒരു ജോമെട്രി ക്ലാസ് ഉണ്ടായിരുന്നു. ലഞ്ച് കഴിഞ്ഞിട്ടോ ജോമെട്രി ക്ലാസ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് സാർ എന്ത് ചെയ്തു അറിയോ, ഈ ഒരു കോമ്പസ് ഉണ്ടല്ലോ സ്കൂളിൽ ഉപയോഗിക്കുന്നത് വലുത്, അത് മേശമേൽ വെച്ചിട്ട് സാർ പോയി. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് അതൊക്കെ എടുത്ത് ബോർഡിൽ വരയ്ക്കാനുള്ള ഒരു ഉത്സാഹം. കാരണം നമ്മുടെ കയ്യിലൊന്നും ആ സാധനം കിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അത് കിട്ടിയ ഒരു സന്തോഷത്തിന് എല്ലാവരും ബോർഡിലൊക്കെ വരച്ച് കളിച്ച് സാറ് വരാറാകുമ്പോഴേക്കും എല്ലാ സ്ഥലത്ത് വെച്ച് എല്ലാവരും അവരവരുടെ സ്ഥലത്ത് പോയിരുന്നു. പിന്നെ സാറ് ക്ലാസ്സിൽ വന്നിട്ട് ആദ്യം കോമ്പസ് എടുത്ത് വരയ്ക്കാൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായില്ല എന്താ സംഭവം എന്ന്. സാർ ആദ്യം ചോദിച്ചു, ആരൊക്കെ കോമ്പസ് എടുത്ത് കളിച്ചവരൊക്കെ എണീറ്റ് നിൽക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എണീറ്റ് നിന്നു. ഞാൻ ഉമ്മറത്തെ ബെഞ്ചിലല്ലേ ഇരിക്കണേ. ഞാൻ എണീറ്റ് നിന്നു. സാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതിൻ്റെ പണി കഴിച്ചു അല്ലേ? എന്താ സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ സാർ കാണിച്ചു തന്നു, ചോക്കിടുന്ന ഭാഗം പൊട്ടിയിരിക്കണം. അത് ചോക്ക് അതിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല, ക്ലിപ്പ് പൊട്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്നല്ല സാർ, എല്ലാ കുട്ടികളും എടുത്ത് കളിച്ചിട്ടുണ്ട്, ആരും എണീറ്റിട്ടില്ലല്ലോ, നീ മാത്രം എണീറ്റ് നിന്നത്, നീ മാത്രമല്ല, അപ്പോൾ നീ മാത്രമാണ് കളിച്ചത്. സാറിനോട് ഞാൻ എത്ര ആണയിട്ട് പറഞ്ഞിട്ടും സാറ് സമ്മതിക്കണ്ടായിരുന്നില്ല, സാറ് വിശ്വസിക്കണുണ്ടായിരുന്നില്ല. സാറിൻ്റെ ഉള്ളിൽ ഞാൻ തന്നെയാണ് അതെടുത്ത് കളിച്ചത്. അങ്ങനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാൻ കരയാൻ തുടങ്ങി. പറഞ്ഞു, ഈ കള്ളക്കരച്ചിലൊന്നും എൻ്റെ അടുത്ത് കാണിക്കണ്ട. അപ്പോൾ എനിക്ക് കൂടുതൽ വിഷമമായി. അന്ന് രാത്രി എല്ലാം ഞാൻ വീട്ടിൽ പോയി ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ സംഭവം അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു എനിക്ക്. പിന്നെ അത് വേറെ ആരോ കുട്ടികളുടെ കയ്യിൽ നിന്ന് പറ്റിയതാണ്, അവരോട്ട് സമ്മതിച്ചിട്ടുമില്ല. പിന്നെ അതൊക്കെ അങ്ങനെ പോയി. ഈ സാധനം തന്നെ സാറിന് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടായിരുന്നു ക്ലാസ്സിൽ. കാരണം ഗവൺമെൻറ് സ്കൂളൊക്കെ അല്ലേ ഇരുന്ന സാധനമൊന്നും അങ്ങ് മാറ്റി കിട്ടുമൊന്നുമില്ലല്ലോ. പിന്നെ ഒരു 2 വർഷം കഴിയുമ്പോഴാണ് എൻ്റെ അനിയത്തി ആ ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ സാറിന് മനസ്സിലായി ഇത് എൻ്റെ അനിയത്തിയാണെന്ന്. കോമ്പസ് എടുക്കുമ്പോഴെല്ലാം അനിയത്തിയോടും പറയും, ഇത് നിൻ്റെ ചേച്ചി കാരണം എനിക്ക് ഇത്ര ബുദ്ധിമുട്ടായി അറിയോ, ഇതെങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കണ്ടില്ല, ഇത്ര ബുദ്ധിമുട്ടിയിട്ടാണ്, നിൻ്റെ ചേച്ചിയാണ് ഇതെല്ലാം കാരണം എന്ന്. അപ്പോൾ അവൾ വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിക്കുക, നീയാണോ അതെടുത്ത് പൊട്ടിച്ചത് ആ കോമ്പസ് സ്കൂളിലെ? ഞാൻ പറഞ്ഞു, സത്യമായിട്ട് ഞാനല്ല പൊട്ടിച്ചത്. ആദ്യം 2 കൊല്ലം മുമ്പുള്ള കഥയെല്ലാം അവൾ മറന്നു പോയിരുന്നു. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു, ഞാനല്ല സത്യമായിട്ടും ചെയ്തത്, സാർ എന്നെ വിശ്വസിച്ചില്ല, അതാണ് ആ സംഭവം. അങ്ങനെ ഒരു സംഭവ കഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഇന്ന് ഞാൻ മറക്കാതെ ഓർമ്മിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറന്നു പോയില്ലല്ലോ നമ്മളുടെ മനസ്സിൽ നിന്ന്. എങ്ങനെയുണ്ട്? നിങ്ങൾക്കിതുപോലെയൊക്കെയുള്ള സ്റ്റോറികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കുമല്ലേ പലതും. അതുമൊക്കെ നിങ്ങളൊക്കെ ഷെയർ ചെയ്താൽ എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.